പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത അതിർത്തി സന്ദർശനം, അദ്ദേഹത്തിന്റെ ആവേശോജ്വലമായ പ്രസംഗം എന്നിവ ചൈനീസ് പ്രശ്നത്തിൽ നമുക്ക് അനുകൂലമായി എന്ത് തീർപ്പുണ്ടാക്കും എന്ന് പരിശോധിക്കുകയാണ് ഈ ചർച്ച. നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ പി ശിവശങ്കരൻ, BJP നേതാവ്, ശ്രീ N.K. പ്രേമചന്ദ്രൻ MP, ശ്രീ മുരളീധരൻ നായർ വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ മോഹൻ പിള്ള റിട്ടയർഡ് ബ്രിഗേഡിയർ എന്നിവരാണ് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മോടൊപ്പമുള്ളത്. ആദ്യം ശ്രീ N.K. പ്രേമചന്ദ്രൻ, ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത സന്ദർശനം, അദ്ദേഹം നടത്തിയ മുന്നറിയിപ്പിന്റെ സ്വഭാവമുള്ള വലിയ പ്രസംഗം, അതിനുശേഷം അദ്ദേഹം സൈനികരെ സന്ദർശിച്ച് അവർക്ക് നൽകിയ ആത്മവിശ്വാസം എന്നിവയൊക്കെ ചൈനീസ് പ്രശ്നത്തിൽ ഒരു ഗവൺമെന്റ് എത്രത്തോളം നന്നായി ഇടപെടുന്നു എന്നതിന്റെ തെളിവായാണ് നിങ്ങൾ എടുക്കുന്നത്, അതോ ഇതൊരു ഡ്രാമയാണ് എന്ന് വിമർശിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഇല്ല, പ്രധാനമന്ത്രി സംഘർഷബാധിത മേഖലകളിൽ, പ്രത്യേകിച്ചും ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം നടക്കുന്ന മേഖലകളിൽ സന്ദർശനം നടത്തുന്നതും ഈ കഴിഞ്ഞ ജൂൺ മാസം 15-ാം തീയതി പരിക്കുപറ്റി അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിൽ പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന സൈനികരെ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ സൈന്യത്തിന്റെ ആത്മധൈര്യം മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ ഏറെ സഹായകരമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയത്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് സൈന്യത്തിന് ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റിന് അല്ലെങ്കിൽ അവരുടെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായകരമാകും. ഇതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ആ റിസൾട്ട് വരും കാലങ്ങളിൽ ചൈനീസ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ചുകൂടി ആശ്രയിച്ചിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ ടെറിട്ടറി, നമ്മുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നു. അതും നേരത്തെ സൂചിപ്പിച്ച വളരെ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനം, വേണമെങ്കിൽ നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള സന്ദർശനം. ഞാനത് പറയാൻ കാരണം, പ്രതിരോധ മന്ത്രിയാണ് ഇന്ന് ലഡാക്ക് സന്ദർശിക്കുമെന്ന് പറഞ്ഞതെങ്കിൽ പോലും പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ ദിവസം തന്നെ ഒഴിവാക്കുകയും പ്രധാനമന്ത്രി നേരിട്ട് അപ്രതീക്ഷിതമായി സന്ദർശിക്കുകയും ചെയ്യുകയും അവിടെ ജവാന്മാരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തത് വളരെ വിസ്മയത്തോടു കൂടിയാണ് രാജ്യവും ലോകവും കണ്ടത്. ലോകശ്രദ്ധ ആകർഷിക്കുന്നതിനുമൊക്കെ തീർച്ചയായിട്ടും ഇത് സഹായകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ചൈന അതിർത്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതര പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് എത്രമാത്രം സഹായകരമാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ, ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ചും സൈനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവീര്യം, ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നതിന് ആവേശകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രയോജനപ്പെടും എന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി N.K. പ്രേമേന്ദ്രൻ, ഞാൻ ചോദിക്കുന്നത്, സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണാധികാരിക്കുണ്ട് നിശ്ചയമായും. ചൈന നമ്മുടെ മേഖലയിൽ കടന്നുകയറി ടെന്റുകൾ അടിക്കുന്നു. 62-ൽ പിൻവാങ്ങിയ സ്ഥലത്തേക്ക് കൂടി ഇപ്പോൾ വരാൻ അവർക്ക് ധൈര്യമുണ്ടാവുന്നു. എല്ലാ പോസ്റ്റുകളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും പിൻവാങ്ങണമെന്ന ആവശ്യം ഇപ്പോഴും അവർ അംഗീകരിച്ചിട്ടില്ല. കമാൻഡർ തല ചർച്ചയിൽ ഉണ്ടാക്കിയ ധാരണ പോലും ചൈന തെറ്റിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. സൈനികർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നു. ചൈനയ്ക്ക് എത്ര കർക്കശമായ മുന്നറിയിപ്പ് പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രസംഗത്തിൽ എവിടെയും ചൈനയുടെ പേര് പറഞ്ഞില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധിനിവേശത്തിന്റെ കാലം കഴിഞ്ഞു, ഇനി വികസനത്തിന്റെ നാളുകളാണെന്ന വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ചൈന അവർ ചെയ്തിരിക്കുന്ന തെറ്റിൽ നിന്ന് പിൻവാങ്ങിയേ മതിയാവൂ എന്ന കൃത്യതയുള്ള ഷാർപ്പായ സന്ദേശം എതിരാളിക്ക് കൊടുത്തിട്ടുണ്ടോ? സൈനികന് ആത്മവിശ്വാസം കൊടുത്തുന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. അങ്ങനൊരു സ്പെസിഫിക് ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ തന്നെയുള്ള നമ്മുടെ പൊതുസ്ഥിതി എന്താണ്. മെയ് മാസം 5-ാം തീയതി ആരംഭിച്ച സംഘർഷം ജൂൺ മാസം 15-ാം തീയതി 20 പേരുടെ വീരമൃത്യുവിന് കാരണമായിട്ടുള്ള സംഭവം, അതിൽ ജൂൺ മാസം 6-ാം തീയതിയും ഏറ്റവും ഒടുവിൽ ജൂൺ മാസം 22-ാം തീയതിയും ബ്രിഗേഡിയർ തലത്തിൽ അല്ലെങ്കിൽ കമാൻഡിംഗ് ഓഫീസർ തലത്തിൽ സൈനിക തലത്തിൽ നടന്ന ചർച്ചകൾ, ആ ചർച്ചകളെ തുടർന്ന് ഇരു സൈന്യവും ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പിൻവാങ്ങാമെന്നുള്ള ഉറപ്പുകൾ നൽകിയതായി മാധ്യമങ്ങളിലൂടെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടു. പക്ഷേ ഇപ്പോഴും ഉപഗ്രഹ ദൃശ്യങ്ങൾ കാണുകയും മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ വായിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചൈനീസ് സാന്നിധ്യം ഇന്ത്യൻ ടെറിട്ടറിയിലുണ്ട്. അവരുടെ ടെന്റുകളും അവർ നിർമ്മിച്ചതും പൊളിച്ചു മാറ്റി
സൈന്യം പിൻവാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അഖിലകക്ഷി യോഗത്തിന് ശേഷം അന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചു, ദർ ഇസ് നോ ഇൻട്രൂഷൻ, ഒരു ഇൻട്രൂഡറും അവിടെ ഇല്ല, ഒരു പോസ്റ്റും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല. തുടർന്ന് നമ്മുടെ വിദേശകാര്യ വക്താവും വിദേശകാര്യ മന്ത്രാലയവും വലിയ തോതിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സംഘർഷബാധിത മേഖലയിൽ നിന്നുകൊണ്ട് പറയണം എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങൾ ഏതാണ്ട് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഇന്ന് ചൈനീസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം അത്തരത്തിലുള്ള ഒരിടപെടലും അല്ലെങ്കിൽ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അയൽ രാജ്യങ്ങളുടെ അതിൽ ഒരു ഇടപെടലും നടപടിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണനും അതേപോലെ തന്നെ ഈ ചക്രം തിരിക്കാൻ കഴിവുള്ള ആ ഒരു ഉദാഹരണം സൂചിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ പ്രസംഗകലയിൽ അഗ്രഗണ്യനാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഞാൻ വരാം. പി ശിവശങ്കരൻ അദ്ദേഹം അവിടെ പോയി സൈനികരെ കണ്ടു, അതിർത്തി കാക്കുന്ന സൈനികർക്ക് ആവേശം പകർന്നു, പരിക്കേറ്റ സൈനികർക്കൊപ്പം നിന്ന് സമാശ്വസിപ്പിച്ചു. വളരെ മഹത്തായ കാര്യം അദ്ദേഹം ചെയ്തു. പക്ഷെ അദ്ദേഹമല്ല അത് ചെയ്യുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്നതുകൂടി എടുത്തു പറയണമല്ലോ. ഇതിനു മുൻപുള്ള പ്രധാനമന്ത്രിമാരും അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോ മനീഷ് തിവാരി കോൺഗ്രസ് നേതാവ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, ഇന്ദിരാഗാന്ധി ഇതിനു മുമ്പ് ലേ സന്ദർശിച്ചിട്ടുണ്ട്, അതിനുശേഷം പാകിസ്ഥാനെ 2 കഷ്ണമാക്കി ഇന്ത്യ, ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് കാത്തിരിക്കുകയാണ് ഞങ്ങളെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. സൈനികരെ സമാശ്വസിപ്പിക്കുക, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നത് മാത്രമേ കേന്ദ്രത്തിന്റെ പദ്ധതിയിലുള്ളോ, അതോ നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഭൂമി തിരിച്ചുപിടിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, അതോ ഭൂമി അവർ കൊണ്ടുപോയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോൾ? എല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. നീണ്ട ചോദ്യങ്ങളാണ്. ഒന്ന്, ഏതായാലും ശ്രീ MP പ്രേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ, വളരെ ആത്മവിശ്വാസമുള്ള വാക്കുകളായിരുന്നു. ശ്രീ നരേന്ദ്രമോദി പ്രസംഗിച്ചതുപോലെ തന്നെ ആർമി അല്ലെങ്കിൽ ജവാന്മാർക്ക് മാത്രമല്ല ജനങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന വാക്കുകളാണ് ബഹുമാനപ്പെട്ട MP പ്രേമചന്ദ്രൻ ഇന്ന് നൽകിയത്. ഒരു സംശയവുമില്ല. നമ്മൾ ഒരു കാര്യം കൂടി, അദ്ദേഹം ഗീതയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ തരമില്ല. ഭഗവത്ഗീതയിൽ ഭീഷ്മഗീതയിലാണത് വ്യക്തമായിട്ട് പറയുന്നത്. അവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, യുദ്ധത്തിൽ കൂടി നേടുന്ന വിജയങ്ങൾ 2ാം തരം വിജയമായേ കാണൂ. യുദ്ധമില്ലാതെ വിജയിക്കാൻ പറ്റുക എന്നുള്ളതാണ് രാജാവിന് പ്രാമുഖ്യം എന്നും പറയുന്നുണ്ട്. ഭീഷ്മഗീതയിലാണ്. ഭീഷ്മൻ യുധിഷ്ഠിരനോട് നൽകുന്ന സന്ദേശമാണ്. എനിക്ക് തോന്നുന്നു അതും ഇവിടെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം വിസ്താർവാദമല്ല, വികസനവാദമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതിലൂടെ കൃത്യമായും നരേന്ദ്രമോദി ചൈനയ്ക്കും ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത ശക്തമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടുത്തെ സൈനികർക്ക് ഉള്ള ഉദ്ദേശം പോലെ തന്നെ ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം വിദേശ രാജ്യങ്ങളോടും തങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് പറയുന്നു. 2, താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ലഡാക്കിലൊക്കെ പ്രൈം മിനിസ്റ്റർ, മുൻ പ്രധാനമന്ത്രിമാർ ചെയ്ത കാര്യം പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ചരിത്രം പറയാം. തുടക്കത്തിൽ എനിക്കൊരല്പം സമയം തന്നെ. അതായത് രാജ്യത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ 1957കളിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന ശ്രീ കൃഷ്ണമേനോൻ, കേരളീയൻ, അദ്ദേഹം ചെയ്ത ചരിത്രവും കൂടി നമ്മൾ സൂചിപ്പിക്കണം, അല്ലെങ്കിൽ അറിയണം. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പിതാവ് ചെയ്ത രാജ്യത്തോടുള്ള ദ്രോഹവും കൂടി ജനങ്ങൾ അറിയണം. അതും കൂടെ വേണമല്ലോ, ചരിത്രം തുടങ്ങണ്ടേ. 1958 ടിബറ്റൻ യുദ്ധത്തിൽ ടിബറ്റ് അവിടുത്തെ സൈന്യമുണ്ടോ എന്ന് തന്നെ അറിയില്ല. സൈന്യമില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ പോലുള്ള ടിബറ്റിനെ കീഴടക്കിയപ്പോൾ അവിടുത്തെ സൈനികർക്ക്, ചൈനീസ് സൈനികർക്ക് 3000 മെട്രിക് ടൺ അരി നമ്മൾ നൽകിയ ചരിത്രവുമുണ്ട്. അന്ന് ആ സമയത്ത് VK കൃഷ്ണമേനോൻ എന്ന മലയാളികളുടെ മഹാനായ ആള് 8 മണിക്കൂറെല്ലാം അന്താരാഷ്ട്ര സഭയിൽ പ്രസംഗിക്കുന്ന ആള് 8 മിനിറ്റ് പോലും ചൈനയ്ക്കെതിരെ പ്രസംഗിച്ചില്ല. KM പണിക്കരും ഉണ്ടായിരുന്നു ചൈനയിൽ അംബാസഡറായിട്ട്, അദ്ദേഹവും പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടില്ല.
പാടില്ല. അപ്പൊ നിരന്തരം ചൈനയുടെ ടിബറ്റിന്റെ ആക്രമണത്തിന് മൗനം കൊണ്ട് അംഗീകരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചൈനയിലെ അംബാസിഡറുമുള്ള കേരളത്തിലിരുന്നു കൊണ്ട് ഈ ചരിത്രം അറിയില്ല എന്ന് പറയുന്നത് നിഷ്ഠൂരമാണ്, കഠിനമാണ്, സങ്കടകരമാണ് എന്ന് എനിക്ക് പറയാനുണ്ട്. ആ ചരിത്രത്തെക്കുറിച്ച് വീണ്ടും പറയാം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം. ചൈനയുടെ ആക്രമണകാലത്ത് എങ്ങനെയാണോ തിമ്മയ്യ എന്ന ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ ആർമി ചീഫിനെ പുറത്തു നിർത്തിക്കൊണ്ട് റാൺ താപ്പർ എന്ന ഇപ്പോഴത്തെ കരൺ താപ്പറിന്റെ അച്ഛൻ എങ്ങനെയാണ് തോൽവി നേടിയതെന്നും കൂടെ ചരിത്രം ഞാൻ കുറച്ച് സമയം നന്നാൽ പറഞ്ഞു തരാം. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ നെഹ്റുവിന്റെ കാലത്തും കൃഷ്ണമേനോൻ അടക്കമുള്ള ആളുകളും ചെയ്ത തെറ്റായ പല കാര്യങ്ങൾ കൊണ്ടും ഇന്ത്യക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ട്. 1962 പിൻവാങ്ങിയ സ്ഥലത്തുകൂടി ഇപ്പോൾ ചൈന എത്തിയിരിക്കുകയാണെന്ന കാര്യം ഓർക്കണം. അന്ന് നമ്മൾ പോരാടി തോറ്റു. ഇന്ന് ഇതേ സ്ഥലത്ത് വീണ്ടും ചൈന വന്നിരിക്കുന്നു. അവരവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. നമ്മൾ എന്തു ചെയ്യുന്നു എന്ന ചോദ്യം പ്രസക്തമാണല്ലോ. താങ്കൾ ആദ്യം പറഞ്ഞത് ഇവിടെ നയതന്ത്രപരമായി എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നതിനാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന്. ഈ ഡോക്ലാം സംഘർഷം ഉണ്ടായതിനു ശേഷം 2007 ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കിയല്ലോ. ആ കമ്മിറ്റി 2017 ഉണ്ടാക്കിയ ശശി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി സമിതി 31 പേരുള്ളത്. ആ സമിതി അന്നേ ചൂണ്ടിക്കാണിച്ചു അവിടെ ചൈന കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്നുണ്ട്, നയതന്ത്രപരമായി നമ്മളെ എല്ലാ രാജ്യങ്ങളെയും ചേർത്ത് അതിർത്തിയിൽ വളയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, വിശ്വസിക്കരുത് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. 3 വർഷം കഴിഞ്ഞതിന് ശേഷം ചൈന അതേ പ്ലാനുമായി വന്നു, നമ്മളെ നയതന്ത്ര തലത്തിൽ വളഞ്ഞു വെച്ചിരിക്കുന്നു ഇപ്പോ എന്ന യാഥാർത്ഥ്യം മുൻപിലുണ്ട്. അങ്ങനെ വലിയ നയവും തന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കുന്ന സർക്കാരായിരുന്നുവെങ്കിൽ ഈ 3 വർഷം എന്തെടുക്കുകയായിരുന്നു? ചൈന ചെയ്യുന്നതും കാണിക്കുന്നതും ഒന്നും നമ്മൾ അറിയുന്നില്ല എന്ന പ്രശ്നമുണ്ടോ? താങ്കൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കണം. താങ്കൾ പുറത്തെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇന്ത്യക്കെതിരെ എന്തൊക്കെ താങ്കൾക്ക് ആഗ്രഹിക്കാമോ അതെല്ലാം താങ്കൾ പറഞ്ഞു. വളരെ നന്ദി. പക്ഷേ നമ്മൾക്ക് 1996 ശ്രീ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് 2000 കിലോമീറ്റർ ഇൻഫ്രാസ്ട്രക്ചർ റോഡുകളും ബാക്കി കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികളും നമ്മളുടെ അതിർത്തിയിൽ വേണമെന്ന ആർമിയുടെ വ്യവസ്ഥ പ്രകാരം DROനെ ആർമിയുടെ ഭാഗമാക്കുകയും ഒരു വലിയ ഫണ്ട്, എമൗണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല, ജോർജ് ഫെർണാണ്ടസ് നമ്മുടെ ഭൂമി അവരുടെ കയ്യിലുണ്ട്, നമ്മുടെ മണ്ണിൽ അവർ കൂടാരങ്ങൾ കെട്ടിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ടോ? അതോ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് വിശ്വാസം എൻ്റെ ആർമി ചീഫിനെയും എൻ്റെ ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയെയും എൻ്റെ ആർമി രാജ്യരക്ഷാ മന്ത്രിയെയും പ്രധാനമന്ത്രിയുമാണ്. താങ്കൾക്ക് ആരെയാണെന്ന് അറിയില്ല. അവരുടെ ട്വീറ്റുകളും അവരുടെ പ്രസ്താവനകളുമാണ് എൻ്റെ രാജ്യത്തിരുന്ന് എനിക്ക് വിശ്വസിക്കാൻ. ചൈനയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ഒരു ഇന്ത്യൻ വാർത്താ ഏജൻസിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മുടെ മേഖലകളിൽ നിന്ന് പിൻവാങ്ങാൻ ചൈന തയ്യാറാവണമെന്നതാണ്. താങ്കൾക്ക് ചൈനയെ അല്ലല്ല, നമ്മുടെ ഇന്ത്യൻ അംബാസിഡറെ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് ചൈനീസ് അംബാസിഡറെയോ ചൈനയുടെ അംബാസിഡർ അല്ല, ഇന്ത്യൻ അംബാസിഡർ വാർത്താ ഏജൻസി കൊടുക്കുന്ന അഭിമുഖത്തിൽ പറയുന്നത് എനിക്ക് മനസ്സിലായി സാർ. എനിക്ക് അവർക്ക് അധികാരമില്ലാത്ത മേഖലകളിൽ നിന്ന് അവർ പിൻവാങ്ങാൻ തയ്യാറാവണമെന്നാണ്. പിന്നീട് ആ വാർത്ത തിരുത്തി, അംബാസിഡറും തിരുത്തി, എല്ലാവരും തിരുത്തി, അത് വേറെ കാര്യം. ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണവും അതുമായി ബന്ധപ്പെട്ടു വന്ന വാർത്തയുമാണ്. അപ്പൊ എനിക്ക് അംബാസിഡറെ വിശ്വസിച്ചുകൂടെ ശ്രീ ശിവശങ്കരൻ, എന്റെ അംബാസിഡറെ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. താങ്കൾക്ക് അംബാസിഡറെ വരെ വിശ്വസിക്കാനുള്ള അവകാശം ആയിട്ടുള്ളൂ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അതിന് കുറച്ചുകൂടെ ഉയരണമെന്ന് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് വിശ്വസിക്കണം, മന്ത്രിയെ കൂടെ ഞാൻ സെലക്ട് ചെയ്ത് വിശ്വസിക്കണം. അംബാസിഡറെ തള്ളണം, താങ്കൾ പറയുന്ന മന്ത്രിയെ വിശ്വസിക്കണം. എന്നാൽ താങ്കൾ പറഞ്ഞ പോലെ ഞാൻ വിദേശകാര്യമന്ത്രിയെ തള്ള, ഞാൻ അംബാസിഡറിനെ വിശ്വസിക്കാം. ഞാനും സെലക്റ്റീവ് ആവണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് നേരത്തെ MP ചൂണ്ടിക്കാണിച്ചതുപോലെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നു ചൈനയുടെ ആധിപത്യത്തിലല്ലാത്ത ഇന്ത്യക്ക് അവകാശമുള്ള മണ്ണിൽ ഇപ്പോഴും ചൈനക്കാർ കൂടാരം കെട്ടി തമ്പടിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ മുൻപിൽ സാങ്കേതികമായുള്ള തെളിവാണ് എന്ന് ഓർക്കണം. അതുമാത്രവുമല്ല, നമ്മൾ കമാൻഡർ തല ചർച്ചയിൽ ആവശ്യപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും ചൈന ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല. അവിടെ പ്രശ്നം നിലനിൽക്കുന്ന ആർമി സമ്മതിക്കുന്നുണ്ട്. പിന്നെ താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു പ്രശ്നവുമില്ല എന്ന് ആർമി പറഞ്ഞു. ആർമി തന്നെ പറയുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെട്ട മുഴുവൻ ക്ലോസും അവർ അംഗീകരിച്ചിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ ആർമി എല്ലാ പ്രശ്നവും കഴിഞ്ഞ് തിരിച്ചു പോരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
താങ്കളുടെ മാനസിക വിഭ്രാന്തിയിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ടില്ല. അവിടെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ കൂടുതൽ ആർമിയെയും കൂടുതൽ സൈന്യത്തെയും അവിടെ വിന്യസിക്കുന്നത്. പക്ഷേ ഈ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലെ പാകിസ്ഥാൻ അതിർത്തി പോലെ കൃത്യമായ അതിർത്തിയില്ല. എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറാറുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കൃത്യമായ നൂലിൽ വരച്ച അതിർത്തികളൊന്നും അങ്ങ് അവിടെയും ആരും ഇന്ന് വിശ്വസിക്കുന്നില്ല. കിലോമീറ്റർ കണക്കിന് സ്ഥലം എന്നതാണ് അവിടുത്തെ പ്രശ്നം. ചെറിയ വ്യത്യാസമൊന്നുമല്ല അവിടെ ഉള്ളത്. നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം അവിടെ നിന്ന് പിൻവാങ്ങണമെന്നാണ്. അതെ, പണ്ട് നെഹ്റു പറഞ്ഞ പോലെ ഞാൻ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഉന്നയിക്കുന്നത് പണ്ട് മറ്റേ നെഹ്റു പറഞ്ഞതുപോലെ മൊട്ടക്കുന്നുകൾ കൈകേറിയ ചൈനക്കെതിരെ എന്തൊരു യുദ്ധം ചെയ്യണം എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. നെഹ്റു യുദ്ധം ചെയ്തത് എവിടെയാണ്? ഇപ്പോ ഗാൽവനിൽ അവർ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മൾ യുദ്ധം അതിനുശേഷം ഇപ്പൊ അവരവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന ആളെയല്ല. പക്ഷെ നെഹ്റു അതിന് ഞാനങ്ങനെ പറയുന്നില്ല. പക്ഷെ നെഹ്റു ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് നിങ്ങളുടെ ചെയ്തിട്ടില്ല എന്ന് പറയണ്ട. നെഹ്റു ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ തോറ്റുപോയി. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ശരി, ഞാൻ വരാം. റിട്ടയർഡ് ബ്രിഗേഡിയർ നമ്മോടൊപ്പം കേണൽ മോഹനൻ പിള്ള. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത ലേ സന്ദർശനം ഈ ചൈനീസ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു പ്രധാനമന്ത്രി നടത്തുന്ന ഏറ്റവും സ്പഷ്ടമായ കൃത്യമായ ഇടപെടലായി താങ്കൾ കാണുന്നുണ്ടോ? ഇത് രണ്ട് രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, ഒരു രാഷ്ട്രത്തലവൻ രാഷ്ട്രത്തിന്റെ സൈന്യത്തിൽ മൊറാൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമായ കടമയാണ്. പരമപ്രധാനമായ കടമ അത് കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രത്തലവന്മാരും അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരും ചെയ്തു വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ സമയത്തും അതുപോലെ തന്നെ 71 ശേഷം പാകിസ്ഥാനെതിരായിട്ട് ഏറ്റവും വലിയ മൊബിലൈസേഷൻ നടത്തി ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞിട്ട്. ആ ഓപ്പറേഷൻ പരാക്രമിൽ ശരീരനായ AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഫോർവേഡ് പോസ്റ്റിൽ വന്നിട്ട് നല്ല രീതിയിൽ ട്രൂപ്സിനെ അഡ്രസ്സ് ചെയ്ത് തിരിച്ചു പോയിട്ടുള്ള ആളാണ്. അതായത് മൊറാൽ ബൂസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈം മിനിസ്റ്റർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂപ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് രാഷ്ട്രം ഒപ്പമുണ്ട്, അവരുടെ മൊറാൽ ഹൈ ആണ്, അവർക്കൊരു ഐസൊലേഷൻ ഫീലിംഗ് വരാതെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചേർഡ് ആയിട്ടുള്ളവരെ കാണുക എന്നൊക്കെയുള്ളത് പ്രധാനമന്ത്രിമാർ ചെയ്യാറുള്ളതാണ്. അത് കാലാകാലങ്ങളിൽ ചെയ്തിട്ടുമുള്ളതാണ്. അതിന് പുതുമ എന്ന ഒരു കാര്യം നമുക്ക് അതിനകത്ത് ആലോചിക്കാൻ പറ്റില്ല. ഒരു പുതുമയുമില്ല. എല്ലാവരും ക്രൈസിസ് ഉള്ളപ്പോൾ രാഷ്ട്രത്തെ അഡ്രസ്സ് ചെയ്യും. അത് നേപ്പാൾ ആണെങ്കിൽ നേപ്പാൾ പ്രൈം മിനിസ്റ്റർ അഡ്രസ്സ് ചെയ്യും, ശ്രീലങ്ക പ്രൈം മിനിസ്റ്റർ അഡ്രസ്സ് ചെയ്യും, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അഡ്രസ്സ് ചെയ്യും. അത് രാജ്യത്തിന്റെ ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുടെ പരമപ്രധാനമായ കടമ ഏതാണ്? രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സായുധ സേനയുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ചില രാജ്യങ്ങളിൽ സൈനിക തലവനായിരിക്കും പ്രധാനമന്ത്രി. അപ്പം ആ ഒരു രീതിയിൽ അതിനെ കാണുക. ഒന്ന്. രണ്ടാമത്, ഒരു രാഷ്ട്രത്തലവന്മാരും വന്ന് ഒരു പ്രശ്നമുള്ളപ്പോൾ ഒരു വാർ മോങ്കറിങ് നടത്തില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തു കളയും, നാളെ അത് ചെയ്തു കളയും എന്ന് പറയുന്നത് അത് ഒരു പൊളിറ്റിക്കൽ സൈഡിലായിട്ട് മാത്രം കണ്ടാൽ മതി. അതായത് അത് ചെയ്തത് അത്ര ശരിയായില്ല എന്നുള്ളത് ഒരു വേറൊരു സൈഡാണ്. കാരണം അത് വേറൊരു ആംഗിളിലാണ് ഞാൻ കാണുന്നത്. കാരണം ട്രൂപ്സ് ഘട്ടം ഘട്ടമായി പിന്മാറുന്നു എന്നുള്ള ഒരു എഗ്രിമെന്റ് നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ സൈനിക തലത്തിലും കൺഫേം ആയിട്ടുണ്ട്. അത് കൺഫേം ആയതിനു ശേഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് പ്രൈം മിനിസ്റ്റർ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ എസ്കലേഷൻസ് ഒന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഓൾമോസ്റ്റ് സർട്ടൺ ആണ്. രണ്ടാമത്, ഇതിനകത്ത് ഒരു പരമാർത്ഥം നമ്മൾ കാണേണ്ടത്, ഒരു രാജ്യവും ബീറ്റ് ചൈന ഓർ ബീറ്റ് ഇന്ത്യ, ഒരു രാജ്യവും ഒരിക്കലും ഒരു മേജർ ഒഫൻസീവിന് പോകത്തില്ല. കാരണം അത് രാജ്യങ്ങൾക്ക് രണ്ടിനും വളരെ സാമ്പത്തികമായും സാമൂഹികമായും വളരെയധികം പിന്നോക്കത്തിലേക്ക് നയിക്കും. അതൊരു രാജ്യവും ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ നടക്കുന്ന സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് ഒഫൻസീവ് അല്ലെ ലിമിറ്റഡ് LIC, ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയും.
അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഫോർ എക്സാമ്പിൾ ഗാൽവൻ വാലിയിൽ നടന്നത്, അങ്ങനെയുള്ള ഒരു ചെറിയ ഏരിയയിലൂടെ ഒരു ഒഫൻസീവ് മാത്രം നടത്തി ഒരു പ്രഷർ ടാക്ടിക്സ് നടത്താൻ പറ്റും. അല്ലാതെ ഒരു എൻറ്റയർ ബോർഡറിൽ ഒരു മേജർ ഒഫൻസീവ് ഒരു കാരണവശാലും നടത്തില്ല. പിന്നെ ചൈനയുടെ ഇത് ഞാൻ വിശ്വസിക്കുന്നത്, ചൈന ഈ ഒഫൻസീവ് നടത്തില്ല എന്ന് ഇന്ത്യക്ക് നല്ല രീതിയിൽ തന്നെ അറിയുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ എപ്പോൾ ലാൻഡ് ഒഫൻസീവ് ചെയ്യുമ്പോഴും എപ്പോഴും ഓഷ്യൻ അവരുടെ വാർഷിപ്പുകളെല്ലാം കൂടുതൽ ക്ലോസ് ആക്കും. അത് ഇപ്പോൾ ഉണ്ടാ ഓഷ്യനിൽ എക്സാക്റ്റ് ആയിട്ട്, പക്ഷെ സാറ്റലൈറ്റ് പിക്ചർ ഒന്നും വളരെ ക്ലോസ് ആയിട്ട് ഇന്ത്യയോട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു രീതിയിലോട്ട് മൂവ് ചെയ്തിട്ടില്ല. അപ്പം പൊതുവെ ഒരു സമാധാനം അല്ലെങ്കിൽ മാറാം എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു അഭിമാന പ്രശ്നമാണ്. കാര്യം നമുക്കപ്പോൾ ഒരു സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. അത് ഒരു വൻശക്തിക്കും ഇപ്പോൾ കഴിയാത്തൊരു നിലയുണ്ട്. നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, അത് ആവശ്യപ്പെടാനും കഴിയില്ല. ഞാൻ വരാം താങ്കളിലേക്ക്. ഡോക്ടർ ശ്രീ മുരളീധരൻ നായർ, ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള പ്രഖ്യാപിത നിലപാട് സമാധാനത്തിന്റെ വഴി തേടുക എന്നതാണ്. ആക്രമണത്തിന്റെ സംഘർഷത്തിന്റെ പാത ഇന്ത്യ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. നേരത്തെ ശ്രീ ശിവശങ്കരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓടക്കോയിലെടുത്ത് ഉപയോഗിക്കുന്ന ശ്രീകൃഷ്ണൻ, ഒപ്പം തന്നെ സുദർശന ചക്രം ഉപയോഗിക്കുന്ന കൃഷ്ണൻ രണ്ടുമുണ്ടെങ്കിലും ഇപ്പോൾ സർക്കാർ പ്രിഫർ ചെയ്യുന്നത് ഓടക്കോയിൽ ഉപയോഗിക്കുന്ന സ്നേഹസമ്പന്നനായ സൗമ്യനായ കൃഷ്ണന്റെ ഭാവം സ്വീകരിക്കാനാണ്. അതുകൊണ്ട് നയതന്ത്ര വഴിയിൽ വിജയിക്കാം എന്ന് നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്നു. പക്ഷെ തുടക്കത്തിലെ പ്രധാനമന്ത്രി പറയുന്നത് നമ്മുടെ ഒരു തരി മണ്ണും പോയിട്ടില്ല, ഇവിടേക്കാരും കടന്നു കയറിയിട്ടുമില്ല എന്ന് ചൈനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാചകം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നയതന്ത്ര വിജയത്തിന്റെ സാധ്യത എത്രയാണ്? അതെങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ? താങ്കളും BJP പ്രതിനിധിയുമായിട്ട് നടക്കുന്ന വാഗ്വാദത്തിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും താങ്കൾ നടത്തിയ ഒരു പരാമർശം എനിക്ക് ചൂണ്ടിക്കാണിക്കണം. 62-ൽ നാം യുദ്ധം ചെയ്തു, ദൗർഭാഗ്യവശാൽ നാം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ആ ചരിത്രം ഒന്നുകൂടി താങ്കൾ വായിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ദൗർഭാഗ്യം എന്തായിരുന്നു, നാം തോക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് അതിനെക്കുറിച്ച് ചർച്ചയുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് ഞാൻ തയ്യാറല്ല ഇപ്പോൾ. പിന്നെ ചൈനയ്ക്കൊരു സന്ദേശം ഉണ്ടായിരുന്നില്ല. ചൈനയുടെ പേര്, മാന്യതയുടെ പേരിൽ ഒരു പ്രധാനമന്ത്രി, ഞാൻ നരേന്ദ്രമോദിയുടെ വക്താവൊന്നുമല്ല, BJPയിലെ യാതൊരു ബന്ധവുമില്ല, ഈ പറയുന്ന ആൾക്കാരെ എനിക്ക് അറിയുമില്ല നേരിട്ട്. എങ്കിലും അതായത് വിസ്താരവാദം, ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ കാലം കഴിഞ്ഞു, അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്, തകർന്നടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ചൈനയെ കുറിച്ചാണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു പക്ഷേ ചൈന ഗവൺമെന്റിന് മനസ്സിലായി. അതിനുടനെ തന്നെ ഈ ചൈനീസ് എംബസി, ഡൽഹിയിലെ ചൈനീസ് എംബസി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ചൈന ഒരിക്കലും വിസ്താരവാദത്തിൽ വിശ്വസിക്കുന്നതില്ലെന്നും അതിർത്തി പങ്കിടുന്ന 14 രാജ്യങ്ങളുമായി നല്ല ബന്ധങ്ങളാണുള്ളതെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ചൈനയ്ക്ക് മെസ്സേജ് കിട്ടി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനിയും ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഈ ഒരു സന്ദർശനം നമുക്ക് സന്ദർശകരുടെ മൊറാൽ ബൂസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു ആത്മവീര്യം പകരുന്ന ഒരു വിസിറ്റ് ആയിരുന്നു, ചൈനയ്ക്ക് കൊടുത്ത ഒരു സന്ദേശമായിരുന്നു എന്നതിനപ്പുറം ഇത് ലോകരാഷ്ട്രങ്ങൾ കൂടി തങ്ങൾക്കുള്ള ഒരു സന്ദേശമായി എടുക്കുന്നു. അതായത് ഒരു ബുള്ളിയായിട്ട് നിൽക്കുന്ന, രാഷ്ട്രത്തോട് കൂടി നിൽക്കുന്ന ചൈനയ്ക്ക് മുന്നിൽ അടിയറ പറയാൻ ഇന്ത്യ തയ്യാറല്ല എന്ന രീതിയിൽ പല രാജ്യങ്ങളും ഇതിനെ കാണുന്നു. പ്രത്യേകിച്ചും ദക്ഷിണ പൂർവേഷ്യയിൽ, സൗത്ത് ഏഷ്യയിലെ ആസിയാൻ രാജ്യങ്ങളെല്ലാം ചൈനയോട് നല്ല ബന്ധം പുലർത്തുന്നത് ഭയം കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ചൈനയുമായി ചൈന സമുദ്രത്തിൽ അവർക്കുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇന്ത്യ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആകാൻ ഇന്ത്യക്ക് കഴിവുണ്ടോ എന്നുള്ള പല തവണ ആസിയാൻ ഇന്ത്യ സമ്മിറ്റുകളിൽ ചോദിക്കപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്. സമ്മിറ്റിലും ഒഫീഷ്യൽ ലെവൽ ടോക്കിന്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം, അതായത് ഒരു പ്രശ്നം ചൈനയുടെ മുൻപിലുണ്ടായാൽ അതിന് വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. ഇന്ത്യ അതിന് തയ്യാറാവും, പിടിച്ചു നിൽക്കാൻ തയ്യാറാവും എന്നുള്ളൊരു സന്ദേശം. ഞാൻ ചോദിക്കുന്നു ശ്രീ മുരളീധരൻ നായർ, ഇപ്പോ നോക്കൂ, 2017 ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കുന്നു, പാർലമെന്ററി സമിതി, 31 അംഗങ്ങൾ അതിലുണ്ട്. ആ പാർലമെന്ററി സമിതി സർക്കാരിനോട് പറയുന്നത് ചൈന ഇന്ത്യയെ ബോധപൂർവം വളയുകയാണ്, അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്, ആരോഗ്യകരമായ സംശയദൃഷ്ടിയോടെ മാത്രമേ ചൈനയെ വീക്ഷിക്കാവൂ എന്ന് കമ്മിറ്റി പറയുന്നുണ്ട്. ചൈന അതിർത്തി സ്ഥിരം തർക്കപ്രശ്നമായി നിലനിർത്താൻ ചൈന ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലും വരുതിയിലുമാക്കാനാണ് എന്ന് കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ചൈന നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയകളിൽ കാലെടുത്തു വയ്ക്കുന്നു,
അവിടെ കൂടാരം കെട്ടുന്നു, നമ്മുടെ 20 സൈനികരെ കൊല്ലുന്നു. നയതന്ത്ര തലത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള, ദീർഘവീക്ഷണമുള്ള, ലോകബന്ധങ്ങളെക്കുറിച്ച് വലിയ അവഗാഹമുള്ള ഒരു സർക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ ഈ 3 വർഷം കൊണ്ട് ചൈന ഇവിടെ വരെ എത്തിയപ്പോഴാണ് ഈ പ്രസംഗം പ്രസംഗിക്കാൻ തോന്നുന്നത്. ഇൻഫാക്ട് എന്താണ് നടന്നിരിക്കുന്നത്? നമ്മുടെ താല്പര്യം സംരക്ഷിക്കാൻ, നമ്മുടെ ഭൂമി സംരക്ഷിക്കാൻ. ഓക്കെ, വലിയ പ്രസംഗം, വലിയ ആത്മവിശ്വാസം, വലിയ പ്രചോദനം, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഈ നയതന്ത്ര തലത്തിൽ സമാധാനത്തോടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ന് പറയുന്നവർ ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമെങ്കിലും ഉണരേണ്ടിയിരുന്നുവല്ലോ. ഉണ്ടായിട്ടില്ല എന്നാണ് ഗാൽവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു പുതിയ പ്രശ്നമല്ലല്ലോ ചൈനയുമായിട്ട് നടക്കുന്നത്. ഞാൻ ഈ സർക്കാരിനെ ന്യായീകരിക്കുകയല്ല, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇത് 62-ലെ യുദ്ധത്തിന് ശേഷവും അഭിലാഷ് ഏകദേശം 600-നും 800-നും ഇപ്പൊ അവിടെ ബ്രിഗേഡിയർ മോഹൻപിള്ള ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചോളൂ കൺഫേം ചെയ്യാനായിട്ട്. ഏകദേശം 600-നും 800-നും ഇടയിൽ സ്ക്വയർ കിലോമീറ്റർ ഭൂമി, ഇന്ത്യയുടെ ഭൂമി ചൈന നിബിളിംഗ്, അതിന് സലാമി സ്ലൈസിംഗ് എന്നെല്ലാം പറയുന്ന പോലെ കുറേശ്ശെയായിട്ട് അവരുടെ, കാരണം ഇതിനുള്ള ഈ LACയിലുള്ള അവ്യക്തത മുതലെടുത്തുകൊണ്ട് അവരുടെ ഒരു തുടർക്കഥയാണിത്. ഇതിപ്പോൾ ചൈന തീർച്ചയായിട്ടും ഗൽവാൻ വാലിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പങ്കോങ് തടാകത്തിന്റെ ഫിംഗർ 8-നും 4-നും ഇടയിൽ പല തമ്പുകളും കെട്ടിയിട്ടുണ്ട്. താങ്കൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. അത് പെർമനന്റ് സ്ട്രക്ചർ ആണോ അതോ ടെമ്പററി ആണോ സെമി പെർമനന്റ് ആണോ എന്നെല്ലാം ഇപ്പോഴും വ്യക്തതയില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയാം, ഇത്രയും സൈനികർ നമുക്കും ചൈനീസ് ഭാഗത്തും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പല ചൈനീസ് മാധ്യമങ്ങളിൽ ഇടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, വരികൾക്കിടയിൽ വായിച്ചാൽ. അപ്പോൾ എന്നിട്ടും ഉടനെ തന്നെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ കഴിഞ്ഞു. അതും ആർമി തലത്തിലും, അതും നമ്മുടെ കോർ കമാൻഡർ തലത്തിലും, അവരുടെ തിയേറ്റർ കമാൻഡ് തലത്തിലും 3 ചർച്ചകൾ നടന്നു. 5-6 ചർച്ചകൾ അതിന് താഴെയുള്ളത് നടന്നു. ആ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് തന്നെ ഞാനൊരു പോസിറ്റീവ് സൈനായി കാണുകയാണ്. ശിവശങ്കരൻ, ഇവിടെ നോക്കൂ, അവിടെ നമ്മുടെ ഭൂമി അവർ കയ്യേറിയിട്ടുണ്ട് എന്ന കാര്യം ശ്രീ മുരളീധരൻ നായർ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരോട്. അവരിപ്പോ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം പറഞ്ഞത് ഞങ്ങൾ ആരുടെയും ഭൂമി അധിനിവേശം നടത്തുന്നവരല്ല എന്നാണ്. പക്ഷെ ഇപ്പോ അവർ തമ്പടിച്ചിരിക്കുന്ന ഭൂമി അവരുടേതാണെന്ന് ക്ലെയിം മുന്നോട്ട് വെക്കുകയാണ്. ആ ക്ലെയിമിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. അവിടെ കയറി കാല് കുത്തിയത് അവർ പിന്നോട്ട് വെച്ചിട്ടില്ല. നമ്മളിപ്പോഴും നഷ്ടക്കളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. ചൈന സമ്മർദ്ദത്തിലാവുന്നു പറയുമ്പോൾ ചൈന സമ്മർദ്ദത്തിലാവുന്നു. ചൈന നമ്മുടെ ഭൂമിയിൽ ഇറങ്ങിപ്പോകാൻ തക്കവണ്ണമുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടോ? ചൈനയുടെ ക്ലെയിം പിൻവലിക്കാൻ തക്കവണ്ണം ചൈനയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്ന് ചൈനയെ ഭയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് കോറായ ചോദ്യം. അതെ, 62-ന് ശേഷം ഉള്ള ക്ലെയിമാണിത്. ശരി, ഞാൻ വരാം ശ്രീ മുരളീധരൻ നായർ, ഞാൻ വരാം. എന്റെ ചോദ്യം ശ്രീ ശിവശങ്കറിനോടാണ്. ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നില്ല മുരളീധരൻ നായർ അങ്ങനെയല്ല പറഞ്ഞത്. ഐ തിങ്ക് ഇറ്റ്സ് നീഡ് എ ക്ലാരിഫിക്കേഷൻ ഫ്രം ഹിം സൈഡ്. ഈ മറ്റു രാജ്യങ്ങളിലെ പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ LOC അങ്ങനെ കൃത്യമായ ഒരു രേഖയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 20 കിലോമീറ്റർ എല്ലാം ചുറ്റളവ് ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർമനന്റ് കൺസ്ട്രക്ഷന്റെ പ്രശ്നമാണ് അത്. ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മളും ഒരുപാട് പെർമനന്റ് കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നദിക്ക് തരെ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏതായാലും മോദിയുടെ പ്രസംഗം വരെ, നിഷാദ് വരെ അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ചൈനയുടെ മാത്രം അഗ്രഷൻ ചിന്തിച്ചാൽ പോരാ. പാക് ഓക്യുപ്പൈഡ് കാശ്മീരും ബാൾഘാട്ടും എല്ലാം ഉള്ള സ്ഥലങ്ങളെല്ലാം പാകിസ്ഥാൻ കയറിയിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതാണ്. ഏതായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, നമ്മൾ ചെറിയ കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ താൽക്കാലികമായ കയ്യേറ്റങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ ഉണ്ടെങ്കിൽ എന്റെ വിദേശകാര്യമന്ത്രിയും ആർമി ചിലപ്പോൾ കയറി വന്നിട്ടുണ്ടാകാം കേട്ടോ, തിരിച്ചും പോയിട്ടുണ്ടാവാം. ഏതായാലും ചർച്ചകൾ നടക്കുന്നു. നാം ചിന്തിക്കേണ്ട അതല്ല സർ. ലെറ്റ് മീ ജസ്റ്റ് ക്ലിയർ. ഇന്ന് ചൈന സാമ്പത്തികമായി മറ്റൊരു പ്രശ്നത്തിലാണ്. അവിടെ നിന്ന് ജപ്പാന്റെയും ഓസ്ട്രേലിയയുടെയും അമേരിക്കയുടെയും വലിയ സ്ഥാപനങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രൊഡക്ഷൻ സെന്റർ അവിടെ നിന്ന് പോകുകയാണ്, ഒരു സംശയവുമില്ല. അത് ഇന്ത്യയിലേക്ക് എത്ര വരും എന്നുള്ളതാണ് അടുത്ത തർക്കം. ഏതായാലും ബഹുഭൂരിപക്ഷം വരുന്ന പ്രൊഡക്ഷൻ സെന്ററുകൾ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു അസ്ഥിര മേഖലയാക്കുവാനായിട്ടുള്ള ഒരു എക്കണോമിക്കൽ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ചൈനയുടേത്. ഫുൾ
സ്കെയിൽ വാർ വരില്ല എന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, അന്ന് നമ്മളെ ഇപ്പോൾ പല കാര്യത്തിലും നമുക്കറിയാമല്ലോ, ഈ ലാഫിംഗ് ബുദ്ധ എന്നുള്ള ഒരു ആറ്റമിക് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതേ ഭീകരവാദം തന്നെ മറ്റു രീതിയിൽ നമ്മളെ അടിച്ചേൽപ്പിച്ചിരുന്നു. അമേരിക്ക നമ്മൾക്ക് പിന്തുണ പിൻവലിച്ചാൽ ഇവിടെ ഭക്ഷണം കഴിക്കില്ല, ഇവിടെ വിമാനം പറക്കില്ല, ഇവിടെ പട്ടിണിക്കാരായി പോവും. ഇതേ വാദങ്ങൾ വാജ്പേയിയും കേട്ടിരുന്നു. അതേപോലെ ചൈന നമ്മളെ ആക്രമിക്കുകയും അപകടം ഉണ്ടായാൽ ചൈനീസ് ഇമ്പോർട്ട് നിർത്തപ്പെട്ടാൽ നമ്മൾക്ക് മുഴുവൻ നഷ്ടപ്പെടുമെന്നുള്ള വാദമുഖം ഇപ്പോൾ നമ്മളെ ഫേസ് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നില്ല ഫലപ്രദമാകുമെന്ന്. ഇന്ത്യക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. സ്വാശ്രയ ഭാരതം, ആത്മനിർഭർ ഭാരതം എന്നുള്ളത് വെറും മുദ്രാവാക്യമല്ല, അത് ഗാന്ധിജിയുടെ കാലം തൊട്ട് ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ്, സ്വദേശി സ്നേഹമാണ്. ഒരു സംശയവുമില്ല നമ്മൾ ഈ ചൈനീസ് അഗ്രഷനെയും ആ രീതിയിലും വ്യാവസായികമായും മറികടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. എം പി എൻ കെ പ്രേമചന്ദ്രൻ, ഈ ഭൂമിയുടെ കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലായ്പ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യം. നമ്മുടെ ഭൂമി അവർ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കണമല്ലോ. നോക്കൂ, അവിടെ ഈ പാങ്കോങ്ങിൽ 8 മലനിരകളിൽ 4-ാം മലനിര വരെ ചൈന കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് കമാൻഡർ തല ചർച്ചയിൽ. അവിടെയും കൂടി പിൻവാങ്ങിയേ മതിയാവുമെന്നാണ് നമ്മൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. 12-13 മണിക്കൂർ നീണ്ട ചർച്ചയിലും ആ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കും ചൈന ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് ആർമി സോഴ്സസ് ആണ് പറയുന്നത്. അപ്പൊ ഈ ഭൂമി എവിടെ എന്ന ചോദ്യം മാത്രം അഡ്രസ് ചെയ്യാതിരിക്കാൻ പി ശിവശങ്കരൻ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള ആളുകൾ സവിശേഷമായി ശ്രദ്ധ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അതൊഴികെ ബാക്കിയെല്ലാം പറയാം, അതിന്റെ കാര്യത്തിൽ മൗനം അവലംബിക്കാനാണ് ഇഷ്ടമെന്ന്. ഇല്ല, ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ശ്രീ ശിവശങ്കരൻ അദ്ദേഹം നേരത്തെ സംസാരിച്ചപ്പോൾ ആദ്യമേ തന്നെ അദ്ദേഹം പോകുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും VK കൃഷ്ണമേനോനും വരുത്തിയ വിനയുടെ അനന്തര ഫലമാണ് രാജ്യം ഇന്ന് അനുഭവിക്കുന്നത് എന്ന തലത്തിലാണ്. ഇവിടെയാണ് BJPയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് ജനങ്ങൾ, സമൂഹം സംശയിക്കുന്നതിൻ്റെയും ചോദ്യങ്ങൾ ഉയരുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. രാജ്യം സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ തന്നെ നടന്ന ചർച്ചയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും വന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ നേരെ പോകുന്നത്, ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് VK കൃഷ്ണമേനോൻ എന്ന ഒരു പ്രതിരോധ മന്ത്രിക്ക് പറ്റിയ അബദ്ധം, അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പറ്റിയ അബദ്ധം. ഈ നിലയിൽ ഈ രാജ്യത്തിന്റെ സൈനിക ശേഷിയും സായുധ ശേഷിയും ഈ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് കൈവരിച്ചതാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ പോലും വരുന്നു. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം, അദ്ദേഹം രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഇത്രയും വലിയ കടന്നുകയറ്റം ഉണ്ടായതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ പാങ്കോങ് നമ്മുടെ ഈ മലനിരകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെ ഈ ഗൽവാൻ താഴ്വരയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ നടന്നിട്ടുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് ലോകത്തെല്ലാവരും അംഗീകരിക്കുന്നതാണ്. നമ്മുടെ ടെറിട്ടറിയിൽ ചൈനീസ് സൈന്യം അധിനിവേശം നടത്തി. കാരണം നമ്മുടെ 20 സൈനികർ, വീരസൈനികർ വീരമൃത്യുവിന് വിധേയമാകുന്നത് എന്തുകൊണ്ടാണ്? കായികമായിട്ടുള്ള ആക്രമണം കൊണ്ടാണ്. 1996 സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ആരും വെടി ഉതിർക്കാനോ സ്ഫോടനം നടത്താനോ പാടില്ല എന്നുള്ളത് കൊണ്ട് കായികമായ കയ്യേറ്റത്തിലൂടെയാണ് നമ്മുടെ സൈനികർ വീരമൃത്യു വരിക്കുന്നത്. അത് ഇന്ത്യൻ ടെറിട്ടറിയിൽ വെച്ചാണ് എന്നുള്ളതാണ് നമ്മുടെ അവകാശവാദം. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആൾ പാർട്ടി മീറ്റിംഗിന് ശേഷമുള്ള അനൗൺസ്മെന്റിൽ വളരെ വ്യക്തമായി പ്രധാനമന്ത്രി പറയുന്നു, ആരും ഇൻട്രൂഡ് ചെയ്തിട്ടില്ല, ഒരു ഇൻട്രൂഡറും ഇപ്പോഴും അവിടെയില്ല, ഒരു പോസ്റ്റും പിടിച്ചടക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചൈനീസ് ചൈനീസ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താവ് പ്രഖ്യാപിക്കുന്നു, ഗൽവാൻ താഴ്വര ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഔദ്യോഗികമായി ആദ്യമായിട്ടാണ് ഗൽവാൻ താഴ്വരയിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പൊ നയതന്ത്രപരമായി പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ വക്താവും ഒക്കെ നിരവധി പ്രാവശ്യം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. അപ്പൊ രാജ്യം അറിയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും നയതന്ത്രപരമായിട്ടുള്ള പ്രാവീണ്യവും മികവും കഴിവുമുണ്ട് എന്നൊക്കെ നിങ്ങൾ അമിതമായിട്ടുള്ള അവകാശവാദം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും അതുപോലെ VK കൃഷ്ണമേനോനെയും ഒക്കെ അവരുടെ മുൻകാല ചെയ്തികളുമായി ചിത്രീകരിച്ചുകൊണ്ട് അമിതമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് രാജ്യ താല്പര്യത്തിനാണോ അതോ സങ്കുചിതമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റ് പറയണ്ടേ, ഇപ്പോഴും
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപഗ്രഹ ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാകുന്നു. രണ്ട് തരത്തിലുള്ള കമാൻഡിംഗ് ഓഫീസർ തലത്തിലുള്ള ചർച്ചകൾ നടന്നതിന് ശേഷവും സൈന്യം പിൻവാങ്ങിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടിലൂടെ മാത്രമേ ഉള്ളൂ. ഔദ്യോഗിക വക്താക്കളുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ പൊതുവായി അപ്പോൾ ചോദിക്കും, പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുന്നു, വിമർശനം ഉന്നയിക്കുന്നു. മുൻകാല അനുഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ജമ്മു കാശ്മീർ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മുൻകാല ഗവൺമെന്റുകൾക്ക് ഇരുന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം. നട്ടലില്ലാത്ത പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പോലും ആ കാലയളവിൽ വിമർശിച്ചു. അതൊക്കെ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അന്നൊന്നുമില്ലാത്ത തരത്തിൽ ഇപ്പോ ഇതിനെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ ഇതിനെ ആകെ കാണാനും 62-ലും 57-ലും ഒക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണെങ്കിൽ 71 കൂടി പറയണം. 71-ൽ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് യുദ്ധത്തിൽ ചൈന നമ്മുടെ രാജ്യം ജയിക്കും തോൽക്കും ഇതൊക്കെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതല്ല ഇപ്പൊ വിലയിരുത്തേണ്ടത്. ഇപ്പൊ പ്രധാനമായും വിലയിരുത്തേണ്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൈനിക സമൂഹത്തിന് വേണ്ടി വന്നാൽ രാജ്യത്തിന് ആത്മവിശ്വാസം പകരുന്നതിന് സഹായകമായി. അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ബ്രിഗേഡിയർ മോഹൻ പിള്ള, ചൈനയുടെ അതിർത്തി സാഹചര്യം നമുക്കറിയാം. അല്ല, ഞാൻ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചത് അതിനോടൊപ്പം വേണ്ടി വന്നാൽ പ്രഷർ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുള്ള മേഖലകളിൽ വേണ്ടി വന്നാൽ അവരുടെ മേഖലകളിലേക്ക് സൈനിക സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് പ്രഷർ പോയിന്റ്സ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സൈനിക ഇടപെടലുകൾ, നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ, ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെന്റ് നേതൃത്വം നൽകേണ്ടത്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഡോക്ടർ മോഹൻ പിള്ള എം പി ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ സമ്മർദ്ദത്തിലാക്കുന്നതിന് അവരെന്ത് സ്ട്രാറ്റജിയാണോ ഇപ്പോൾ അതിർത്തിയിൽ എടുക്കുന്നത് അതേ സ്ട്രാറ്റജി നമ്മളും പയറ്റി നോക്കിക്കൂടെ എന്നാണ്. താങ്കൾ ആർമിയിൽ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന ഒരാളാണ്. ചൈനയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്നൊരു സമ്മർദ്ദമുണ്ടാക്കുക എന്നത് എത്ര ഫലവത്താകുമെന്ന് കണ്ടറിയണം. കാരണം അവിടെ ടിബറ്റിന്റെ കാര്യത്തിലടക്കം ചൈനയ്ക്കെതിരെ എന്തുമാത്രം ലോകരാജ്യങ്ങൾ സംസാരിച്ചാലും അവർക്ക് അവരുടെ ഒരു പൊസിഷൻ ഉണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ വലിയ പ്രയാസമാണ്. ഇപ്പോഴാണെങ്കിൽ അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് എവിടെയും വന്നിട്ടില്ല എന്ന പോയിന്റിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തിരിക്കുന്ന പല സ്ഥലങ്ങളിലും ക്ലെയിമും ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ചൈനയെ പിന്തിരിപ്പിക്കുക എന്നത് എത്ര സാധ്യമായ സംഗതിയാണ്? അതോ ഇനിയും ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ടൊരു ധാരണ ഉണ്ടാക്കി പോകാനേ പറ്റുള്ളൂ? അങ്ങനെ ഒരു ദുർബലാവസ്ഥ അവിടെ ഉണ്ടോ? അവിടെ ദുർബലാവസ്ഥ എന്നൊരിക്കലും പറയരുത് നിഷാദ്. പക്ഷേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഗവൺമെന്റിന്റെ പരാജയമാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റിനും കാര്യം സ്ട്രെസ് കൊടുക്കേണ്ടിയിരുന്ന ഇന്നായിരുന്നെങ്കിൽ പോലും, ഏത് നയതന്ത്ര ബന്ധത്തിലായിരുന്നെങ്കിൽ പോലും പെർമനന്റ് സ്ട്രക്ചർ, ബോർഡർ ഡിമാർക്കേഷൻ ആയിരുന്നു സ്ട്രെസ് കൊടുക്കേണ്ടത്. രണ്ടാമതൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഗാൽവാൻ വാലിയിലോ അതുപോലെ തന്നെ 8 ഫിംഗേഴ്സിലോ ഉള്ള ആ ഒരു ക്ലെയിം ഒരു കാരണവശാലും ചൈന വിടില്ല. അതിന്റെ കാരണം ആരും അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോൾ അവർ വേറൊരു സൈഡിൽ കൂടി പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ മൊബിലൈസ് ചെയ്തു. ഇത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയ കൈവിട്ടു കൊടുക്കാൻ ചൈന ഒരിക്കലും തയ്യാറായിട്ടില്ല. അരുണാചൽ അന്നേരം അവർ ബാർഗെയിൻ വരും. ഇനിയും വരാൻ പോകുന്ന നെഗോഷിയേഷൻസ് ആണ്. ഈ നെഗോഷിയേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയും, ഓക്കെ, അരുണാചലിന്റെ ക്ലെയിം ഞങ്ങൾ അങ്ങ് വിട്ടു തന്നേക്കാം, ഈ ഏരിയ വെച്ചിട്ട് ഡിമാർക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വരും. ആ കണ്ടീഷൻ വെച്ചിട്ട് ചർച്ച വെച്ച് പുരോഗമിക്കും. കാരണം വാർ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ തന്ത്രപ്രധാനമായ OROB, വൺ റോഡ് വൺ ബെൽറ്റ് പോകുന്ന ഇക്വേഷൻസും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയയും അവർ കൈവച്ച് ഒരിക്കലും അവരുടെ ഒരു പോളിസി ഏതാണ്, നമ്മുടെ മുന്നിൽ നേരെ പറയും, ഓക്കെ, എഗ്രീഡ്, എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ആ ഇംപ്ലിമെന്റേഷന്റെ പാർട്ടിലുള്ള ഫെയിലിയർ ആണ് ഈ എൻകൗണ്ടർ ഉണ്ടായതും. ഈ ഇംപ്ലിമെന്റ് ചെയ്ത, അതായത് ഡോക്ലാമിലുണ്ടായ ആ പിന്മാറാമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് വാക്ക് പറഞ്ഞ് നമ്മൾ മാറി, അവർ മാറാതിരുന്നു. ആ മാറാതിരുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. അതാണ് ഞാൻ പല പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചെയ്തത്. അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്ന് ഇത്രയും സമയം ആയി എന്നുള്ളതാണ്. അത് ട്രൂപ്സ് അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു വിഷയം അവിടെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഗൽവാനിലുണ്ടായ വീരമൃത്യു നടന്ന ആ സംഭവത്തിന് 2 ദിവസം മുമ്പാണ് ട്രൂപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് എഗ്രി ചെയ്തത്. എഗ്രി ചെയ്തതിന് ശേഷം ആ ചൈനീസ് 100 എഗ്രി ചെയ്തു, നമ്മളും എഗ്രി ചെയ്തു. അതിനുശേഷം
ചൈനീസ് മാറിയില്ല. പക്ഷെ നമ്മള് നിരായുധരായിട്ട് അത് മാറി എന്നുള്ള അന്ധമായ വിശ്വാസത്തിൽ അവിടെ ചെന്ന് ചൈനയുടെ ചതിക്കുഴിയിൽ പെടുകയായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പൊ ഗാൽവനിലുള്ള അവരുടെ ക്ലെയിം അവർ ഒരിക്കലും കളയില്ല. അത് കളയാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അതാണ് അതിനുവേണ്ടി അവര് അവസാനം പറയുന്നത് എന്താണ്? പ്രഷർ കൂടുമ്പം ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ വീതം മാറാം. എന്തിനാണ് ഈ മാറേണ്ടതാണെങ്കിൽ ഒന്നിച്ചു മാറിക്കൂടെ? എന്തിനാണ് ഈ കുറേശ്ശെ മാറുന്നത്? അപ്പം ഈ ഓരോ അവരുടെ ആ ഡിപ്ലോമാറ്റിക് ആൻഡ് ടാക്ടിക്കൽ വേ എന്ന് പറയുന്നത് ആ ഒരു, അതുപോലെ തന്നെ അവർക്കറിയാം പണ്ടത്തെ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യയെന്നും. അതുപോലെ തന്നെ ഇന്ത്യ ഇന്റർനാഷണൽ പ്രഷറിൽ ചൈന ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഉള്ളതെന്നും അത് ചൈനയെ വേറൊരു രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും അവർക്കത് വ്യക്തമായിട്ടറിയാം. പിന്നെ ഒറ്റ കാര്യം എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, കാര്യം പണ്ടത്തെ ആർമി ഇപ്പോഴത്തെ ആർമി, ഇപ്പോൾ എക്സാക്ട് ആയിട്ട് ചൈനീസ് ടെന്റ് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം ത്രൂ സാറ്റലൈറ്റ്. അന്ന് സാറ്റലൈറ്റ് ഇല്ല. അന്ന് 12 ദിവസം നടന്നാണ് 303 റൈഫിളും തോളത്ത് വെച്ചുകൊണ്ട് ചെന്നിരുന്നത്. അപ്പോൾ ആ സമയം ഞാൻ പറയുന്നുണ്ട്, ആ സമയവും ഈ സമയവും കൂടെ കമ്പയർ ചെയ്യുന്നത് എക്സാക്ട്ലി ഫൂളിഷ്നെസ് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ വീണ്ടും പറയുന്നത്, കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കല്ലുമനസിലും സ്ലേറ്റും വെച്ച സമയത്ത് ഇപ്പൊ ലാപ്ടോപ്പ് ഉള്ളത് കൊണ്ട് അന്ന് എന്തുകൊണ്ട് ലാപ്ടോപ്പ് ഇല്ല, അന്ന് അത് ഇല്ലായിരുന്നത് കൊണ്ട് ഇപ്പോൾ അതായി എന്നുള്ളതല്ല. പിന്നെ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അന്നത്തെ ഗവൺമെന്റ് ഒരുപാട് ബ്ലണ്ടേഴ്സ് കമ്മിറ്റ് ചെയ്തു. അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അന്നു മുതലേ ഈ ബൗണ്ടറി ഡിമാർക്കേറ്റ് ചെയ്യണമായിരുന്നു. അത് ചെയ്യാൻ ഒരു നല്ല ഗുഡ്വിൽ മൂവ്മെന്റിന് ഒരുപാട് ഓപ്ഷൻസ് വന്നിരുന്നു ഘട്ടം ഘട്ടമായിട്ട്. അന്നൊന്നും അത് യൂട്ടിലൈസ് ചെയ്തില്ല. അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സിന്റെ കാര്യം, തീർച്ചയായിട്ടും ഡെവലപ്മെന്റ്സ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഡെവലപ്മെന്റ്സ് ഇറ്റ് ഈസ് ഫണ്ടാസ്റ്റിക് ഡെവലപ്മെന്റ്സ് ആണ് ബോർഡറിലുള്ളത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതും വേറൊരു രീതിയിൽ ചൈനയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. കാരണം ട്രൂപ്സ് മൊബൈൽ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, അവിടെ ട്രൂപ്സിനെല്ലാം എല്ലാവിധ കംഫർട്ടും അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ആ ഒരു പോയിന്റ് അത് പക്ഷേ ഈ ഒരു 2 വർഷം അല്ലെ 5 വർഷം കൊണ്ടായിട്ടുള്ളതല്ല. ബേസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഫൈനലൈസ് ചെയ്തു വരുന്നതാണ്. അതായത് ഏതാണ്ട് 20 വർഷം മുമ്പ് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് റോഡ് കൺസ്ട്രക്ഷൻ, RCC റോഡുകൾ വളരെ ബ്രോഡായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് കൺസ്ട്രക്ഷൻ കമ്പനീസ് എല്ലാം. പക്ഷെ ഈ ലെവലിൽ എത്തിയിട്ടില്ല. അതിന്റെ രാഷ്ട്രീയ വശത്തിലോട്ടൊന്നും ഞാൻ വരാൻ ആളല്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്, ഒറ്റ ദിവസം കൊണ്ട് ബോർഡർ ക്ലിയർ ആവുമോ, അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ബോർഡർ ഡെവലപ്പ് ചെയ്ത് വരികയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. ഇത് ഘട്ടം ഘട്ടമായിട്ട് വന്നിട്ടുള്ളതാണ്. ചൈന അവരുടെ ഈ തന്ത്രപ്രധാനമായ ഏരിയയുടെ ക്ലെയിം ഒരിക്കലും അവർ കളയില്ല. അത് അവിടെ നിന്ന് അവർ എൻറ്റയർലി വിഡ്രോ ചെയ്യുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വാസം. ശരി ശ്രീ മുരളീധരൻ നായർ, നമുക്ക് ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോകും മുമ്പ് താങ്കൾ പറയൂ, നമ്മളിപ്പോ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ചൈനയിലെ ട്വിറ്ററിന് ബദലായുള്ള ആപ്പിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വിറ്റ് ചെയ്തു. വലിയ സമ്മർദ്ദം വ്യാപാര തലത്തിൽ പോലും അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന അവകാശവാദം ഡിജിറ്റൽ സ്ട്രൈക്കാണെന്ന് കേന്ദ്രമന്ത്രിമാർ അവകാശപ്പെടുന്നു. ഇന്നിപ്പോ പ്രധാനമന്ത്രി, അസാധാരണമാണല്ലോ, ഒരു രാഷ്ട്ര തലവൻ പോയി ചൈനയുടെ അതിർത്തിയിൽ പോയി സംസാരിക്കുമ്പോൾ സ്വാഭാവികം അവരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി താങ്കൾ പറഞ്ഞു ശരിയാണ്, അവർക്കെതിരെയാണ്, അവർക്ക് ക്ലിയറായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് സമ്മർദ്ദം സൃഷ്ടിക്കും എന്നതുകൂടി നമുക്ക് വലിയ ആവേശം ഉണ്ടാക്കി. ചൈനയ്ക്ക് എന്ത് പ്രഷർ ഉണ്ടാക്കും, അത് വിശദീകരിക്കാമോ താങ്കൾ? ആ വിസിറ്റിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? ചൈനയ്ക്ക് ഒരു പ്രഷർ ഉണ്ടാക്കുന്നതിൽ, നമ്മൾ പറയുന്നിടത്തേക്ക് വരണം അല്ലെങ്കിൽ അതിനൊപ്പിച്ചുള്ള ചർച്ചയിലേക്കെങ്കിലും വരണം എന്ന നിലയ്ക്ക് ഒരു പ്രഷർ ഉണ്ടാക്കുന്നതിൽ നമ്മൾ എത്ര വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം. ചൈന ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല. ചൈന ക്ലെയിം പിൻവാങ്ങിൽ നിന്ന് പോയിട്ടില്ല. ആർമി തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ പലതും തെറ്റിച്ചാണ് ചൈന ഇപ്പോഴും നിൽക്കുന്നത്. ഇന്ത്യയോട് ഇങ്ങനെ ആവാം, ഇന്ത്യക്കാരോട് ഇങ്ങനെ ആവാം എന്ന നിലയിലാണ് ചൈന ഇപ്പോഴും നിൽക്കുന്നത്. ഒരു പ്രഷർ ഉണ്ടാക്കുന്നതിൽ എത്ര വിജയിച്ചു സർക്കാരിന്റെ ക്ലെയിം അതിൽ എത്ര ശരിയാണ്? പ്രധാനമന്ത്രി അവിടെ പോയത് കൊണ്ടോ ഒരു പ്രസംഗം നടത്തിയത് കൊണ്ടോ ചൈനക്കാർ അവിടെ നിന്ന് പോകുമെന്ന് വിശ്വസിക്കാനൊന്നും തെറ്റാണ്. കാരണം ചൈനയുടെ ഒരു വലിയ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടാക്ടിക്കൽ മൂവാണ് നാം പലയിടത്തും കണ്ടത്. അതുകൊണ്ട് ചൈനയെ അവിടെ നിന്ന് പോകാൻ സമ്മർദ്ദം, ഇപ്പോൾ ആപ്പുകളുടെ കാര്യം തന്നെ പറഞ്ഞു, ആപ്പുകളും കൂടുതൽ ഒരു സിംബോളിക് ആണത്. കാരണം അതിൽ ടിക്ടോക്കിന് മാത്രമാണ് കാര്യം. കാരണം അവരിപ്പോൾ IPOക്ക് പോവുകയായിരുന്നു, ഇനിഷ്യൽ സ്റ്റോക്കിലേക്ക് പോകാൻ ലിസ്റ്റ് ചെയ്യാനായിട്ട്. അവരുടെ വാല്യുവേഷനിൽ $6 ബില്യൺ കുറവ് വന്നു എന്ന് ചൈനീസ് മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ WTO കേസിന് പോകാനുള്ള ഒരു ബേസ് ഉണ്ടാക്കുകയും ആകാം. പക്ഷേ റെയിൽവേയുടെ പല കോൺട്രാക്റ്റുകളും ക്യാൻസൽ ചെയ്തു. ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഓട്ടോമാറ്റിക് റൂട്ടിൽ വരികയില്ല. ഇതിലെല്ലാം കൂടുതൽ ഒരു സമ്മർദ്ദത്തിന്റെ ഒരു ഛായയാണുള്ളത്. നാം അവിടെ നിന്നുള്ള ഇമ്പോർട്ട് നിർത്തിയാൽ തീർച്ചയായിട്ടും നമുക്കും നഷ്ടമുണ്ടാകും. കാരണം പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഈ കാര്യങ്ങളൊന്നും
ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. പക്ഷെ സമ്മർദ്ദത്തിന്റെ ഒരു ഭാഗമാണത്. അത് ചൈനയും മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൊണ്ട് നാളെ ഒരു ട്രേഡ് യുദ്ധത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും പോകും എന്നൊന്നും നാം ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ആ കാര്യത്തിൽ നമ്മൾ വളരെ ക്ലിയർ ആയ മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നാണ്. ശ്രീ ശിവശങ്കരൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ഇടവേള, വേഗം മടങ്ങി വരാം. വീണ്ടും ഈ ചർച്ചയിലേക്ക് ശ്രീ പി ശിവശങ്കരൻ, മുതിർന്ന BJP നേതാവ് നമ്മോടൊപ്പം തുടരുന്നു. ശ്രീ പി ശിവശങ്കരൻ, ഇന്നിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിർത്തിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ യഥാർത്ഥ മെസ്സേജ് എന്താണെന്ന് താങ്കൾ വിചാരിക്കുന്നു? ഒന്ന്, ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങളത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ഒരു മെസ്സേജ് നിശ്ചയമായും അതിനകത്തുണ്ട്. അധിനിവേശത്തിന്റെ കാലം കഴിഞ്ഞു എന്ന ഓർമ്മ വേണമെന്ന് ചൈനയെ ഓർമ്മിപ്പിക്കുന്ന നിശ്ചയമായ മെസ്സേജ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് കടന്നു കയറാൻ വരണ്ട. അത് രണ്ടും മാത്രമാണോ അതിനകത്തുള്ളത്? അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഞങ്ങൾക്കൊരു പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, മറുപടി തരും എന്ന മെസ്സേജ് അതിനകത്തുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ഭൂമി കയ്യേറാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങളത് ഒഴിപ്പിക്കും എന്ന മെസ്സേജ് അതിനകത്തുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? എനിക്കൊന്നും ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വളരെ വ്യംഗ്യമായും അന്താരാഷ്ട്ര സമൂഹത്തിന് മനസ്സിലാകുന്ന തരത്തിലും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഓരോ രാജ്യങ്ങളും എടുക്കുന്നത് മറ്റു രീതിയിലായിരിക്കാം. ചൈനയ്ക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം രണ്ട് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീ ബ്രിഗേഡിയർ മോഹൻപിള്ള പറഞ്ഞതിലെ ഒരു ചെറിയ ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഇത്തരത്തിലുള്ള തെറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. നമുക്കറിയാം 1998 ജോർജ് ഫെർണാണ്ടസ് ആണ് BROന് അവിടുത്തെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വലിയ ഡയറക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണമെന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്കറിയാം AK ആന്റണി പരസ്യമായി സംസാരിച്ചു അവിടെ പാർലമെന്റിൽ, അവിടെയൊന്നും ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിരുന്നില്ല, തെറ്റുപറ്റിയെന്ന്. 2015 ശേഷമാണ് ഏതാണ്ട് 2000 കിലോമീറ്ററോളവും അവിടെ പാലവും ഗാൽവാൻ വാലിയിൽ അടക്കമുള്ള പാലങ്ങളും പിന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അടക്കം വന്നത്. അതാണ്ട് 70% ഈ 4 വർഷം കൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഫാക്ച്വലായിട്ട് ആർമിയും അതേപോലെ പാർലമെന്റിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സർക്കാർ 2014 വന്നതിന് ശേഷം വ്യാപകമായി BROനെ മാത്രമല്ല അവിടെ L&T അടക്കമുള്ള പ്രൈവറ്റ് എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് ടാറ്റ അടക്കം അവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. വളരെ ദ്രുതഗതിയിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാറ്റൻ ടാങ്ക് അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രശ്നമില്ല, നമുക്ക് നേരിടാൻ പറ്റും. 2, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചൈനയ്ക്ക് തീർത്തിരിക്കുന്നത് കൃത്യമായൊരു വാണിംഗ് ആണ്. നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ വീണ അല്ലെങ്കിൽ ഇവിടെ വാദ്യമൂതുന്ന അല്ലെങ്കിൽ കൃഷ്ണൻ ഇത് ചെയ്തതുപോലെ ഇനി ഒരു വാദ്യോപകരണങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല, കൃത്യമായി നേരിടും എന്നുള്ളത് തന്നെയാണ്. ഒരു സംശയവുമില്ല, പഴയ ഇന്ത്യയല്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൂന്നാമത്തെ കാര്യം, ചൈന ഇത് തൊട്ടടുത്തൊരു കല്യാണം ഉണ്ടാകുമ്പോൾ അയൽവക്കക്കാരൻ ബഹളം ഉണ്ടാക്കുന്നത് പോലെയാണ്. ഇവിടെ വലിയ വികസനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ജപ്പാന്റെയൊക്കെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് 2.2 ട്രില്യൺ ആണ് ചൈനയിൽ നിന്ന് പ്രൊഡക്ഷൻ മാറ്റുവാൻ ജപ്പാൻ പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കുന്നത്. അത്രയും വലിയ വികസനം അത് എങ്ങോട്ട് പോയാലും ഒരു പരിധിവരെ ഇന്ത്യക്ക് നേട്ടമാകും എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലൊരു അസ്ഥിരതയുണ്ട്, യുദ്ധമുഖത്താണ് എന്നുള്ള ഭീഷണിയാണ്. അതാണ് ഇന്ത്യ മാറ്റേണ്ടത്. നമുക്ക് ഒരു വികസനം വന്നു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ഈ ആക്രമണമെല്ലാം നിസ്സാരമായി നേരിടാൻ പറ്റും. നമ്മൾ ഒരൊറ്റ കാര്യം കൂടി മനസ്സിലാക്കണം സാർ, ഇന്ന് ഈ ചർച്ചയിൽ എന്തുകൊണ്ട് CPM വന്നില്ല? CPMന്റെ 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ വായിക്കാം. അവരില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനെതിരെ ഐക്യരാഷ്ട്രസഭയിലടക്കം ചൈന ഉയർത്തിയ പ്രതിഷേധങ്ങൾ ഇന്ത്യ അവഗണിച്ച കാരണമാണ് ഈ ആക്രമണം ഉണ്ടായെന്നാണ് CPMന്റെ ഒരു ലേഖനം പറയുന്നത്. 2, ചൈനയെ ഇന്ത്യയും ഓസ്ട്രേലിയയും അമേരിക്കയും ജപ്പാനും വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നാണ് കോടിയേരി പ്രസംഗിച്ചത്. ഇതെല്ലാം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ പ്രേമേന്ദ്രന്റെ പാർട്ടിയെക്കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം വളരെ മനോഹരമായി തന്നെ പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ തെറ്റായ രീതിയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, മറ്റൊരു ചാനൽ ചർച്ചയിൽ CPMനെ പ്രതിനിധീകരിച്ച ആൾക്കാരെ വിളിച്ചപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ആൾ തന്നെ പറഞ്ഞത്, ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ നയങ്ങൾ നിശ്ചയിച്ചിട്ടില്ല, അത് കാരണം CPM വരുന്നില്ല എന്നാണ്. ഇത്ര വികലമായ ഒരു ബോധം, ദേശീയ ബോധമാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ളത്. നിർഭാഗ്യവശാൽ അവരെവിടെ ഇല്ല, ഭാഗ്യവശാലും അവരെ വിളിച്ചാൽ നിഷാദെ വരികയുമില്ല. അതുകൊണ്ട് നിഷാന്ത് ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് ബോധവൽക്കരിക്കേണ്ടത്. അവർക്കാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ കൂടുതൽ സമയവും ദേശീയ ബോധവും നൽകേണ്ടത്. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. താങ്കൾക്ക് പറയാനൊരു CPIM ഉണ്ടല്ലോ, അതൊരു വലിയ സൗകര്യവും കൂടിയാണെന്ന് ഞാൻ കാണുന്നു. താങ്കൾക്ക് ആവശ്യമായ സമയം കിട്ടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കാൻ എനിക്ക് സമയമായിരിക്കുന്നു. നന്ദി. ശ്രീ ശിവശങ്കരൻ, ശ്രീ മുരളീധരൻ നായർ, ഡോക്ടർ മോഹൻ പിള്ള, ഒപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പങ്കുവച്ചതിന്